തെരഞ്ഞെടുപ്പിൽ തെറ്റായ പ്രവണതകൾ ഉണ്ടായാൽ പോളിംഗ് ഉദ്യോഗസ്ഥരും പ്രതികളാകുമെന്ന് കളക്ടർ അരുൺ കെ വിജയൻ. സഹായി വോട്ടിലടക്കം പ്രീസൈഡിംഗ് ഓഫീസർമാർ കർശന ജാഗ്രത പുലർത്തണം. സുഗമമായ പോളിംഗിനുള്ള ഉത്തരവാദിത്വം എല്ലാ ഉദ്യോഗസ്ഥർക്കും ഉണ്ടെന്നും കളക്ടർ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തുകളിൽ ക്രമക്കേട് ഉണ്ടാകുന്നത് തടയാൻ കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് കളക്ടർ അറിയിച്ചു. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വെബ്കാസ്റ്റിംഗ് ഉണ്ടാകും. ബൂത്തിൽ ആൾമാറാട്ടമോ മറ്റ് ക്രമക്കേടോ കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കും. സ്വന്തമായി വോട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് സഹായികളെ അനുവദിക്കും. സഹായി വോട്ടറാകാൻ 18 വയസ്സ് പൂർത്തിയായ ആളാകണം. തിരിച്ചറിയൽ കാർഡ് ഉണ്ടാകണം. വോട്ട് ചെയ്യുന്നതിന് മുമ്പായി സഹായിയിൽ നിന്ന് പ്രഖ്യാപനം ഒപ്പിട്ട് വാങ്ങണം. വോട്ടറുടെ ഇടത് ചൂണ്ടുവിരലിലും സഹായിയുടെ വലത് ചൂണ്ടുവിരലിലും മഷി പുരട്ടണം. സഹായികൾക്കും ഒരു വോട്ട് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഏതെങ്കിലും തരത്തിൽ ക്രമക്കേട് ഉണ്ടായാൽ ഉദ്യോഗസ്ഥർക്കെതിരെയും കർശനമായ നടപടി ഉണ്ടാകുമെന്നും കളക്ടർ അറിയിച്ചു. ഈ പ്രാവശ്യം ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരം നിങ്ങൾ ഇവിടെ എടുത്ത ആക്ഷനുകൾ ശ്രദ്ധിച്ചാൽ അറിയാം. സാധാരണഗതിയിൽ ഇപ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ബൂത്തിലോ അല്ലെങ്കിൽ ഹോം വോട്ടിങ്ങിലൊക്കെ വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിഷയത്തിൽ ഇടപെടുന്നവരെ മാത്രമാണ് സാധാരണ കേസ് ബുക്ക് ചെയ്യാറുള്ളത്. ഈ പ്രാവശ്യം പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരം ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പോളിംഗ് സ്റ്റാഫ് അടക്കം വളരെ ശ്രദ്ധാപൂർവ്വം ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ലാപ്സുകൾ അവർക്ക് ഉണ്ടെങ്കിൽ അവർക്കെതിരെയും റെലവൻ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിലെ സെക്ഷൻസ് പ്രകാരം IPC സെക്ഷൻ പ്രകാരം ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യണമെന്നുള്ള നിർദ്ദേശമാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ മുതൽ പോളിംഗ് ഡ്യൂട്ടിയിലേക്ക് പോകുന്ന ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി ബിഹേവ് ചെയ്യണം. അവരുടെയും കൂടി ജോയിൻ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. ആ സെക്ഷൻസ് വായിച്ചു നോക്കിയാൽ തന്നെ അറിയാം. അതിൽ എല്ലാ കാര്യത്തിലും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള എന്തെങ്കിലും വിഷയങ്ങൾ നടക്കുകയാണെങ്കിൽ ആ വിഷയം ഉണ്ടാക്കുന്ന ആളും അതേപോലെ തന്നെ അതിന് കൂട്ടു നിൽക്കുന്ന ആളും അതിൽ റെസ്പോൺസിബിൾ ആയിരിക്കുമെന്നുള്ളതാണ് ഇലക്ഷൻ്റെ നിയമപ്രകാരമുള്ളത്. കള്ളവോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നേരത്തെ വോട്ട് ചെയ്യാൻ എത്തിയവർക്കെതിരെയായിരുന്നു കേസുൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കളക്ടർ പറഞ്ഞു. വോട്ടിംഗിന്റെ രഹസ്യ സ്വഭാവം പാലിക്കുന്നതിനായി നിരവധി നിർദ്ദേശങ്ങൾ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് പാലിക്കുന്നുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തണമെന്നും കളക്ടർ പറഞ്ഞു. പ്രിസൈഡിംഗ് ഓഫീസർ തിരിച്ചറിയൽ രേഖ വ്യക്തമായി പരിശോധിക്കണം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.